ഡേ ആന 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 അവിടെ ആനയുണ്ട് ആനയുണ്ട് ഇങ്ങോട്ട് പോരെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ആനക്കുളത്തേക്കാണ് കേട്ടോ യാത്ര. പോകുന്ന വഴിക്ക് മാമലക്കണ്ടം സ്കൂളെല്ലാം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് ആനക്കുളത്ത് പോയി കാട്ടാനകൾ ഓരിവെള്ളം കുടിക്കുന്നതെല്ലാം കണ്ട് അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റേ എല്ലാം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കടുകിടു. ആസ് യൂഷ്വൽ എവിടത്തെയും പോലെ ഇവിടെയും നമ്മൾ എത്താൻ വൈകിപ്പോയി. രാത്രി 8 മണിയോടെ എടുക്കുന്നു. പക്ഷേ ഏതാണ്ട് പറഞ്ഞു വെച്ച പോലെയായി നമ്മളിവിടെ എത്തിയ സമയം. എത്തി ഒരു 5 മിനിറ്റ് ഇവിടെ കാത്തു നിൽക്കുമ്പോഴേക്കും 2 കുട്ടിക്കൊമ്പന്മാർ ഇറങ്ങി വന്നു. ഒന്ന് ചേട്ടനും അനിയനും ആണെന്ന് തോന്നുന്നു. ആദ്യം വന്നവൻ ഒന്ന് നിന്നപ്പോഴേക്കും പുറകെ രണ്ടാമത്തവനും ഇറങ്ങി വന്നു. പിന്നീട് അവർ അവിടെ കുറച്ചു നേരം കാത്തു നിന്ന് ഏതാണ്ട് നമ്മളതിനെല്ലാം ഒന്ന് സൂക്ഷിച്ച് നോക്കുന്ന പോലെ നിന്നിട്ടാണ് താഴേക്ക് ഇറങ്ങാനായിട്ട് നോക്കുന്നത് കേട്ടോ. ആനകൾ വരുന്ന സ്ഥലത്ത് റോഡ് സൈഡിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടം മാത്രം ഉള്ളത് കൊണ്ടും പിന്നെ രാത്രി വീഡിയോ എടുക്കാൻ നമ്മുടെ ക്യാമറയ്ക്ക് അത്ര കപ്പാസിറ്റി പോരാത്തതുകൊണ്ടും നമ്മുടെ വീഡിയോ അല്പം ക്ലാരിറ്റി കുറവാണ്. കാണുന്നവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ആദ്യം വലിപ്പത്തിൽ ഇത്തിരി മുൻപനായ കുട്ടിക്കൊമ്പനാണ് വരുന്നത്. പുറകെ കുഞ്ഞിക്കൊമ്പൻ രണ്ടാമത്തവനും താഴോട്ട് ഇറങ്ങി വരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആനക്കുളത്ത് വരുന്നത്. ആനക്കുളത്തെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ കൊമ്പന്മാരായിട്ടുള്ള ആനകൾ വരില്ല എന്നാണ്. കൊമ്പന്മാർ സാധാരണ ഇവിടെ എത്താറില്ല, അവർ വരാറില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പിന്നിലെ കാരണമൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ വന്നപ്പോൾ ആദ്യം തന്നെ 2 കുട്ടിക്കൊമ്പന്മാരാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. ഇനിയും ആരെങ്കിലും വരുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. പരിസരം നല്ലപോലെ വീക്ഷിച്ച് സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തി തന്നെയാണ് ആനകൾ താഴോട്ട് ഇറങ്ങുന്നത്. അത് അവരുടെ ഒരു നേച്ചറാണ്. ഇപ്പുറത്ത് എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുള്ളതുണ്ടോ എന്നൊക്കെ വീക്ഷിച്ചിട്ട് മെല്ലെ ആ പാറകളിൽ ചവിട്ടി നല്ല ഐഡിയാപരമായിട്ടാണ് അവർ താഴോട്ട് ഇറങ്ങുന്നത്. പറഞ്ഞു തീർന്നില്ല, മൂന്നാമത്തവനും കൊമ്പൻ. ഇവർ രണ്ടുപേരും ഇറങ്ങിയതിന് ശേഷം ഞാനുണ്ട് നേരം വൈകിപ്പോയി എന്ന് പറയുന്ന പോലെ ലാസ്റ്റ് വരുന്ന ഒരുത്തൻ. ഇപ്പോൾ വന്ന 3 എണ്ണത്തിലും വെച്ച് ഏറ്റവും വലുത് അവസാനം വന്നവനാണ്. ആദ്യം ഇറങ്ങി വന്നവൻ തീരെ സമയം കളയാതെ നേരെ പുഴയുടെ മധ്യഭാഗവും കടന്ന് ഏകദേശം ഇക്കരെ ആയിട്ട് തന്നെ അവൻ്റെ ജോലി ആരംഭിച്ചു. ഇവിടെ ആനകൾ ഓരിവെള്ളം കുടിക്കാനായിട്ടാണ് വരുന്നതെന്ന് പറയുന്നത്. ഈ ഓരിവെള്ളം എന്ന് പറഞ്ഞാൽ അതിൽ ഉപ്പിൻ്റെ അംശവും ലവണാംശവും എല്ലാം നല്ലപോലെ ഉണ്ട് അത്ര. ഈ ഉറവകൾ പുഴയുടെ അടിയിൽ വരുന്നത് കാരണം ആനകൾ അത് തപ്പി തുമ്പി കൊണ്ട് ഒരു സ്ട്രോ കണക്കിനെ വലിച്ച് പിന്നെ അത് കുടിക്കുമെന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ പുഴയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആർമാദിച്ച് നീരാടുന്ന ആനകൾ ഈ പുഴയിൽ ഓരിവെള്ളം കുടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം മേലേക്ക് കോരി ഒഴിക്കുകയോ അതിൽ കിടക്കുകയോ കുളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്താണല്ലേ, ഇവർക്ക് വേണ്ടത് എന്താണെന്ന് ഇവർക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ പ്രകൃതി ഇവരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറകിൽ വന്ന ആന ആദ്യം ഇറങ്ങിയ കുട്ടിക്കൊമ്പനെ നൈസായിട്ട് അവിടുന്ന് വാൺ ചെയ്ത് മാറ്റി. അവനാണ് കേമൻ എന്ന് അപ്പോൾ ഉറപ്പായി. അവൻ്റെ സ്ഥലം പിടിച്ചു. അവന് മനസ്സിലായി കൂടുതൽ അവന് ആവശ്യമുള്ള വെള്ളം കിട്ടുന്ന സ്ഥലത്താണ് മറ്റവൻ കയറി നിൽക്കുന്നതെന്ന്. അവൻ തിണ്ണമെടുക്ക് കാണിച്ച് ഇവനെ ഓടിച്ചു. മറ്റേ ഏറ്റവും അവസാനം വന്ന കുഞ്ഞൻ അവിടെ മാറി നിൽപ്പുണ്ട് കേട്ടോ. അവന് ഇപ്പോഴും എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഒന്നും ആയിട്ടില്ല. ആൾ തപ്പിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ആദ്യം വന്നവനെ അവസാനം വന്നവൻ ഓടിച്ചു വിട്ട ആ പോക്ക് അവൻ നേരെ പോയത് അവനേക്കാൾ ചെറിയവനായ കുട്ടിക്കൊമ്പൻ്റെ അടുത്തേക്കാണ്. അവൻ ചെന്ന് അവിടെ അവനെ ഒരു ഭീഷണി. അതോടുകൂടി കുട്ടിക്കൊമ്പൻ അവന് വഴിമാറി കൊടുത്തു. ഇതാണ് കാടിൻ്റെ നിയമം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഈ ഓരുവെള്ളത്തിൻ്റെ ഉറവകൾ ആനകൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കല്ല് വെച്ച് അടച്ചു വെക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അത് തന്നെ ആയിരിക്കണം ഇവർ കാലുകൊണ്ട് എന്തോ തട്ടി മാറ്റുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ടാണ് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും കാട്ടാനകൾ ഇറങ്ങിയാൽ അത് ഒരു നാശനഷ്ടമോ പ്രദേശത്ത് ഭീതിയോ ഒക്കെ ആണെങ്കിൽ ഈ ആനക്കുളത്ത് മാത്രം ആനകൾ ഇറങ്ങുന്നത് കൊണ്ട് ഇവിടെ വരുമാന മാർഗമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിന് ചുറ്റുമുണ്ട് കേട്ടോ. കടകളായിട്ടും അതുപോലെ വീടുകൾ, ഹോം സ്റ്റേകളൊക്കെ ആയിട്ടും അങ്ങനെ ഈ കാട്ടാനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു വരുമാന മാർഗമായിട്ടുള്ള ഒരുപാട് ജനങ്ങൾ ഇവിടെയുണ്ട്. ഇത് കാണാനും ഒരുപാട് സഞ്ചാരികൾ വരുന്നുണ്ട്. നമുക്കും ഫാമിലിയുമായിട്ട് ധൈര്യമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ ഉള്ളത്. കാരണം സേഫായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആനയുമായിട്ട് നമുക്കുണ്ട്. അവരിങ്ങോട്ട് അങ്ങനെ വരില്ല, നമ്മളങ്ങോട്ട് പോകാൻ അവിടെ
സമ്മതിക്കൂല. അതിന് ഫോറസ്റ്റുകാരെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. താഴെ ഗ്രൗണ്ടിലേക്ക് ആൾക്കാരൊന്നും അങ്ങനെ ഇറങ്ങാനൊന്നും സമ്മതിക്കില്ല. എല്ലാം നോക്കാനായിട്ട് ആൾക്കാരുണ്ട്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇതാ വരുന്നു അടുത്ത ഒരാളും കൂടി ഒറ്റയ്ക്ക്. ഇത്തവണ ഒരു പിടിയാനയാണ്. അവധി ദിവസങ്ങളിലെല്ലാം ആനയെ കാണാൻ ഒരുപാട് ആളുകളാണ് കേട്ടോ ഇവിടെ വന്നു ചേരുന്നത്. അവർക്കെല്ലാം ഇവിടെ താമസിക്കാൻ സ്ഥലം കിട്ടാത്ത ഒരവസ്ഥ വരെ പലപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ എനിക്ക് തന്നെ സമീപകാലം വരെ ഉണ്ടായിരുന്ന വലിയൊരു സംശയമായിരുന്നു, ഇതൊരു സേഫ്റ്റി ആണോ, നമ്മൾ ഫാമിലിയുമായിട്ട് എങ്ങനെ പോകും എന്നുള്ളതെല്ലാം എൻ്റെ ഒരു സംശയമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് തന്നെ എനിക്കത് ബോധ്യപ്പെട്ടു. കാരണം ധൈര്യമായിട്ട് നമുക്ക് ഫാമിലിയെയോ കുട്ടികളെയോ ഒക്കെ കൊണ്ടുവരാം. എല്ലാവരും ഇവിടെ ഇരുന്ന് ഓടിയിട്ടാലും പ്രശ്നമൊന്നുമില്ല, ആനകൾ പോവില്ല. അതുമല്ല, വൈൽഡ് ആയിട്ടുള്ള ഒരു ജീവിനെ അതിൻ്റെ തനതായിട്ടുള്ള ഒരു ആവാസവ്യവസ്ഥയിൽ, തനതായിട്ടുള്ള ഒരു രൂപത്തിൽ ഇത്രയും സേഫ്റ്റി ആയിട്ട് കാണാൻ പറ്റുന്ന വേറൊരു സ്ഥലം ഇനി ഒരു പക്ഷേ മൃഗശാലയായിരിക്കും. ശരിക്കും ഇതൊരു അവസരമാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ കൊടുന്ന് കാട്ടാനയെല്ലാം ദൂരെ നിന്ന് തന്നെ, ഇതാണ് കാട്ടാന, പൂരത്തിന് കാണുന്നതല്ല ആനകൾ, ഇതാണ് ശരിക്കും അതിൻ്റെ തനതായിട്ടുള്ള നേച്ചർ, അവരുടെ വൈൽഡ് രീതികൾ ഒക്കെ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതൊരു അവസരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര പേര് മുന്നേ വന്നിട്ടുണ്ടെങ്കിലും വരുന്ന ആനകളുടെ ഒരു ആൽറ്റിറ്റ്യൂഡ് അതെല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ. അവരെല്ലാവരും മുകളിൽ നിന്ന് ഒന്ന് നോക്കിയതിന് ശേഷമാണ് താഴോട്ട് വരുന്നത്. പക്ഷെ ഇപ്പൊ വരുന്ന ബാച്ചിൽ ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. ഒരു കുഞ്ഞൻ കുട്ടിയാന, അതിന് പുറകെ വീണ്ടും ഒരു അമ്മയാനയും വീണ്ടും ഒരു കുഞ്ഞനാനയും. പക്ഷെ ഇതിലൊരു കുട്ടിയാന അത് ആദ്യം വന്നതിന് ദിവസങ്ങൾ മാത്രം കഷ്ടി പ്രായം കാണുള്ളൂ കേട്ടോ. അത്രയും കുഞ്ഞൊരാന വരുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നോ. ഈ കുഞ്ഞു കുട്ടികളെല്ലാം കൂട്ടത്തിന് ഒരല്പം ജാഗ്രത കൂടുതൽ തന്നെയായിരിക്കും കേട്ടോ. വേറെ അപകടങ്ങളൊന്നും ഇല്ല എന്നവർ എപ്പോഴും ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കും. എന്തുതന്നെയായാലും അതിനും ശേഷം അതാണ്ട് വരുന്നു ഒരു അവസാനം നാലാമത്തെ ഒരു കൊമ്പനാന. ഇപ്രാവശ്യം വരുന്നവനായിരിക്കണം ഈ കൂട്ടത്തോടൊപ്പമുള്ളവനും അതുപോലെ ഒരു ആൽഫ ആയിട്ടുള്ള ഈ കൂട്ടത്തിലെ ഒരു തലവനായിട്ടുള്ള കൊമ്പനും. ആദ്യം വന്ന 3 പേരേനെയും ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയ പോലെ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ്. അതായത് ഈ കൂട്ടത്തിനുള്ളിൽ തന്നെ മെയ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 10-14 വയസ്സാകുമ്പോൾ കൊമ്പനാനകളെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കും. അവര് പിന്നെ ഒരു ബാച്ചിലർ ഫാമിലി പോലെയാണ് നടക്കുന്നത്. ആദ്യം വന്ന 3 പേരും അങ്ങനെയായിരിക്കണം. അവസാനം വന്നവനാവണം ആൽഫ മെയിൽ. 4ാമത് വന്നവളായിരിക്കണം ഈ കൂട്ടത്തിന്റെ ലീഡർ. ഓരോ ആനക്കൂട്ടത്തിനെയും ലീഡ് ചെയ്യുന്നത് ആ കൂട്ടത്തിലെ മുതിർന്ന ഒരു പെണ്ണാനയാണ് കേട്ടോ. അത് കൊമ്പനാനൊന്നല്ല, മുതിർന്ന ഒരു പെണ്ണാന തന്നെയാണ്. ആ ആനയാണ് ആ 4ാമത് വന്നിട്ടുണ്ടാവുക. വഴികാട്ടിയായിട്ട് മുമ്പിൽ നടക്കുന്നതും ആ ആന തന്നെ ആവണം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന കൊമ്പനാന തൊട്ട് നോക്കുന്ന ആ ആനയാണ് ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് മുന്നേയൊക്കെ ആയിട്ട് പ്രസവിച്ചിട്ടുള്ള ആ പിടിയാന. ഒരു കുഞ്ഞു കൊച്ചാണ് അതിൻ്റെ കൂടെയുള്ളത്. ഈ മുതിർന്ന പിടിയാനയ്ക്ക് ഇപ്പോൾ പ്രസവിച്ചതിൻ്റെതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം ആ നിൽക്കുന്നിടത്ത് അത് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ മറുപിള്ള പോയിട്ടുള്ള ഒരു പാടും, അതായത് ഒരു അടിഭാഗത്തൊരു വ്യത്യാസവും ആ ആനയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. എന്തു തന്നെയായാലും നമ്മൾ വന്ന സമയം അല്പം വൈകിപ്പോയെങ്കിലും അത് ഒരു അടിപൊളി സമയം തന്നെ ആയിപ്പോയി. വലിയൊരു കൂട്ടത്തിനെ തന്നെ നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് സാധിച്ചു. ഈ വരുന്ന വെക്കേഷൻ സമയത്തെല്ലാം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കാടും വൈൽഡ് ആനിമൽസിനെല്ലാം ഇൻട്രസ്റ്റ് എങ്കിൽ അച്ഛനമ്മമാർക്ക് ധൈര്യമായിട്ട് ഈ സ്ഥലം സെലക്ട് ചെയ്ത് ഇവരെന്നെ കാണിച്ചു കൊടുക്കാം കേട്ടോ. ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ വരാം. നമ്മളിവിടെ ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നില്ല. അവർക്ക് അവരുടേതായ ഒരു ലോകമുണ്ട്. ഇവിടെ വരുന്ന ഈ ആളുകളെയും വാഹനങ്ങളെയും എല്ലാം അവർക്ക് പരിചയമാണ്. നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമേ അല്ല ഇവിടെ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് കുട്ടികളെല്ലാം ഇത് കാണിച്ചു കൊടുക്കാം. പക്ഷേ ഇവിടെ വേസ്റ്റുകളൊന്നും ഇട്ട് നശിപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ് ഒരു അഭ്യർത്ഥനയുള്ളത്. അത് നമ്മൾ ഇവിടെ നിന്നല്ല എവിടെ പോയാലും അത് പാലിക്കേണ്ട കാര്യം തന്നെയാണ്. ഇത്ര വലിയൊരു പുഴ നീണ്ടു നിവർന്ന് കിടന്നിട്ടും എല്ലാ ആനകളും വരുന്നത് ഒരേ സ്പോട്ടിലേക്ക് തന്നെയാണ്. ഈ പുഴയുടെ വേറെ ഒരു ഭാഗങ്ങളും അവർ സെലക്ട് ചെയ്യണില്ല. ആദ്യം വന്ന ആനകളെ മാറ്റി നിർത്തി പിന്നെ വന്ന ആനകളും ഇതേ സ്പോട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. ആ മാറി നിൽക്കുന്ന കുട്ടിയാനയ്ക്ക് പോലും അവിടെ സത്യം പറഞ്ഞാൽ ഒന്നും സെറ്റാവുന്നില്ല. അപ്പോൾ ഇവർ തപ്പുന്ന എന്തോ ആ പ്രത്യേകത അടങ്ങിയിട്ടുള്ള സാധനം, വെള്ളം. ആ വെള്ളം ഉള്ളത് ഇവർ നിൽക്കുന്ന ഈ സ്ഥലത്ത് മാത്രമാണ്. ഇപ്പോൾ ഏറ്റവും പുറകിൽ പുറത്തായിട്ട് കാണുന്ന വാല് പൊക്കി നിൽക്കുന്ന ആ ആനയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രസവിച്ച ആന. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ നിൽപ്പിലും നടപ്പിലും ഭാവത്തിലും എല്ലാം ഉണ്ട്. പക്ഷെ ആ കുട്ടിയാന നിൽക്കുന്നത് അതിൻ്റെ അടുത്തല്ല, തൊട്ടുള്ള വേറെ ആനകളുടെ അടുത്തൊക്കെയാണ്. അതാണ് ഇവരുടെ കൂട്ടത്തിലെ ഒരു ഏകോപനം, അഥവാ എല്ലാവരും
കുഞ്ഞുങ്ങളെ കെയർ ചെയ്യും എന്ന് പറയുന്ന ഒരു സംഭവം. ആനക്കൂട്ടത്തിലെ മറ്റൊരു കൗതുകരമായിട്ടുള്ള കാര്യമാണ് മുലയൂട്ടുന്ന അമ്മമാരെല്ലാം തന്നെ തങ്ങളുടേതെന്നോ മറ്റുള്ളവരുടേതെന്നോ നോക്കാതെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മുലയൂട്ടും. കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലും ആ ഒരു വ്യത്യാസം അവർ കാണിക്കില്ല. കുഞ്ഞ് ആരുടേതുമായിക്കോട്ടെ ആനക്കൂട്ടം അവരുടെ കാലുകൾക്കുള്ളിൽ വെച്ചാണ് കൊച്ചു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക. ആദ്യം വന്ന 2 കുട്ടിക്കൊമ്പന്മാരെ ഇപ്പോഴും അവർ കൂട്ടത്തിൽ നിന്നും അകറ്റി തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. ഈ ആനക്കൂട്ടം നിൽക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് വെള്ളം കുടിക്കാനുള്ള ധൈര്യം ഇപ്പോഴും ആ 2 പേർക്കും ഇല്ല. കാരണം അവിടെ നിന്ന് ആരെങ്കിലും അവരെ അറ്റാക്ക് ചെയ്ത് ഓടിക്കാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞൻ വന്നോട്ടെ പുറത്ത് മോളി കയറുന്ന കൃത്യം. അവൻ മറ്റേ തുമ്പിയുണ്ട്, മറ്റേ അവന് കളിയാ, അവൻ കിടന്ന് പമ്പരം കറക്കി കളിക്കുക. നോക്ക്, ആയി പൊളിച്ച് അവിടെ ചുട്ടപ്പെട്ടെ. നിക്കാൻ പറ്റുന്നില്ലടാ. അതിന് ചവിട്ടിയ അതിന് കാണാനില്ല. എന്തിട്ടപ്പെട്ടാരവന്റെ തുമ്പിക്കൈ ഉറച്ചില്ലല്ലോ. നമ്മുടെ ഉണ്ണികള് മറ്റേ വെള്ളത്തില് പടപടയെന്ന് അടിക്കുന്ന പോലെ ഉള്ളൊരു കളി. എല്ലാവരും അടി പട്ടിക നോക്കിട്ട. കാട്ടാനകളെ മതിവരുവോളം കണ്ട ശേഷം നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് ആദ്യം തന്നെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ പുഴയുടെ ഭാഗത്തുനിന്ന് ഒരു ഒടിശബ്ദം എല്ലാം കേട്ടു. പേടിച്ച് ഓടി അവിടുന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ആനയായിരിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ അത് ആനയായിരുന്നില്ല. എന്തുതന്നെയായാലും അവിടെ എന്തോ വൈൽഡ് ആനിമൽസ് വന്നിട്ടുണ്ടായിരുന്നു. ആനക്കുളത്ത് നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ കോട്ടേജിലേക്കുള്ളത്. 15 പേരോളം കൊള്ളുന്ന ഒരു 3 ബെഡ്റൂം കോട്ടേജാണ് ഇത്. വിത്ത് കിച്ചൺ, ഫ്രീ വൈഫൈ. 6000 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. ഇതുപോലെ ഒറ്റ റൂം, ഇരട്ട റൂം, AC നോൺ AC റൂമുകളും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. 4000 രൂപ മുതലൊക്കെയാണ് ചാർജ് വരുന്നത്. അപ്പം ഞാൻ ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. 3 മുറികളായിട്ടുള്ളതിൽ ഈ കാണുന്നത് ഒരു മുറി, ഇപ്പുറത്ത് മറ്റൊന്ന്, ഇപ്പുറത്ത് വേറൊന്ന്. ഈ 3ലും അറ്റാച്ച്ഡ് ബാത്റൂം സഹിതം ഉള്ളതാണ് കേട്ടോ. ഏറ്റവും കുറവ് ഒരു 6 പേർക്കെങ്കിലും ഒരു മുറിയിൽ കിടക്കാൻ പറ്റുന്ന രീതിയിലാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റേ തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള ബാത്റൂമും ഒക്കെയാണ്. ഫാമിലി ആയിട്ടും നമുക്ക് വന്ന് നിൽക്കാം. 2-3 ഫാമിലികളായാലും ഇതിലെല്ലാം ആള് ഇഷ്ടം പോലെ കയറും. നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഇത് കിച്ചണാണ് കേട്ടോ. ഈ പുറത്ത് കാണുന്ന ഡൈനിങ്ങിന് ഇരിക്കാനായിട്ട് 2-3 കസേരയും മേശയും ബാക്കി തിണ്ണയെല്ലാം ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് അവിടെ ഇരിക്കാം. ഇവിടെ നിന്ന് നേരെ കാണുന്ന കാടിൻ്റെ ആംബിയൻസ് ആണ് അപ്പുറത്ത് കാണുന്നത്. വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഈ ഉമ്മറത്തെല്ലാം ഇങ്ങനെ ഇരിക്കാൻ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതുപോലെ ഇവിടെ ഈ കിച്ചണിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, മിക്സി, എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് പാചകം ചെയ്യാൻ, കഴിക്കാനും കാര്യങ്ങൾക്കും ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയൊരു എൻ്റർടൈൻമെൻറ്റിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് പാചകം ചെയ്തിട്ടോ. ഇവിടെ എല്ലാ സംവിധാനവും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം വരുന്ന വഴിക്ക് മേടിച്ച് പോരുകയാണ് ചെയ്തത്. കാരണം ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കടകളിലൊന്നും ഒന്നും കിട്ടുന്നില്ല. ബ്രെഡ് ഓംലെറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ചോറും കറികളും ഒക്കെ നമ്മൾ തന്നെ പണിയെടുത്ത് ആ സമയത്ത് ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ നിന്ന ആ ഒരു സ്റ്റേയുടെ പുറത്തുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ രാവിലത്തെ. എന്ത് രസമാണെന്നോ. നല്ല ഒരു കിടിലൻ ആംബിയൻസ് തന്നെയാണ് കേട്ടോ. നല്ല കാടിൻ്റേതായുള്ള ശബ്ദങ്ങളും പക്ഷിയുടെ കരച്ചിലും അടിപൊളി. ഓപ്പോസിറ്റ് കാണുന്ന പുഴയുടെ അപ്പുറത്തായിരുന്നു കേട്ടോ ഇന്നലെ ഒടിശബ്ദവും അനക്കമൊക്കെ കേട്ടിരുന്നത്.
നമ്മുടെ കയ്യിൽ ഒരു പവർഫുൾ ടോർച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ നമുക്ക് എന്തെങ്കിലും ഒരു സൈറ്റിങ് കിട്ടിയേനെ കേട്ടോ ശരിക്കും. എന്തിനായാലും ഇവിടുത്തെ ശബ്ദം, കിളികളുടെ ശബ്ദവും ചീവീടിൻ്റെ ശബ്ദവും ഒക്കെ ഒരു അടിപൊളി മോർണിംഗ് വൈബ് തന്നെയാണ് കേട്ടോ. രാത്രി മുതൽ തന്നെ അത്യാവശ്യം ചെറിയ തണവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ തോതിലില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത തണവൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ കുക്ക് ചെയ്തിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല, അതിവിടെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഇന്നലത്തെ സംവിധാനം പകൽ വെളിച്ചത്തിൽ. അപ്പോൾ അടുത്ത് നമ്മളിനി ഒരു സ്ഥലത്തേക്ക് കുളിക്കാൻ പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് വഴിയിൽ നിന്നാണ് അവിടെ നമ്മൾ ആനക്കുളത്ത് നിന്ന് വരുന്നത്. ഈ വഴി പോണത് ഒരു പുഴയുടെ വക്കിലേക്കാണ്, ഒരു സൈഡിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് കുളിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേയുടെ നേരെ ഓപ്പോസിറ്റ് നിന്ന് ഒടി ശബ്ദം കേട്ട സ്ഥലത്ത് എന്തായിരുന്നു എന്നുള്ളത് നമ്മളൊന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ പുഴയുടെ സൈഡിൽ ഏതെങ്കിലും ജീവികൾ വെള്ളം കുടിക്കാനായിട്ട് വന്നതായിരിക്കാം. ഈ റെയിലൊക്കെ വെച്ചിട്ട് നല്ല ബലപ്പെട്ടിട്ടുള്ള ഒരു ഫെൻസിങ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അത്ര അറ്റം വരെ ഉണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അത്ര പെട്ടെന്ന് ആനയും കാര്യങ്ങളൊന്നും കയറി വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത്ര ബലമുള്ള റോപ്പൊക്കെ ഇട്ടിട്ടാണ് ഈ ഫെൻസിങ് അല്ല, അത് വേലി അടിച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊന്നും ജീവികൾ കയറി വരില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ താമസ സ്ഥലത്ത് നിന്ന് ഉദ്ദേശം ഒരു 1/2 കിലോമീറ്റർ അകലെയുള്ള പുഴയിലേക്ക് കുളിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്ന വഴി. പുഴ മുറിച്ച് കിടക്കുന്ന ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിലേക്ക് ഫോറസ്റ്റിൻ്റെ ജീപ്പൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ കാണുന്നത്. ഇവിടെ പുഴയെല്ലാം അത്യാവശ്യം വറ്റി ഉരുളങ്കല്ലായിട്ട് കിടക്കുന്നത്. പ്രളയ സമയത്തൊക്കെ ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു സെറ്റപ്പായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ കല്ലിൻ്റെയും ഒക്കെ ഒരു ഡിസൈൻ ഉണ്ടാവും. വർഷങ്ങളായിട്ട് പുഴ ഒഴുകിയിട്ടും ഒഴുക്കിൽ പെട്ടിട്ടെല്ലാം ഇങ്ങനെ സ്ലൈസ് ചെയ്ത പോലെ കല്ല്. മഴക്കാലത്തൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഇവിടെ ഇറങ്ങുന്നത്. ആ സമയത്തൊന്നും ഇറങ്ങാൻ പാടില്ല. വേനൽക്കാലത്തായാലും നീന്തൽ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും ചെയ്യരുത്. പുഴയിൽ വെച്ചിട്ട് ഹരിച്ചേട്ടന് പോത്തിൻ്റെ വാരിയെല്ലാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ ഏതെങ്കിലും ജന്തുക്കളെ എവിടെയെങ്കിലും വെച്ച് പിടിച്ചിട്ട് അത് വെള്ളത്തിൽ ഒഴുകി വന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്കാവഞ്ചറായിട്ടുള്ള പക്ഷികളോ മൃഗങ്ങളോ എടുത്തു വന്നിട്ട് വെള്ളത്തിൽ വീണ് പോയതൊക്കെ ആയിരിക്കാം. പുഴ നല്ല തണവുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത്രയും തണവും തെളിഞ്ഞ വെള്ളവും എല്ലാം അടിപൊളി വൈബാണ്. ഇവിടെ വരുമ്പോൾ ഫാമിലിയോടൊപ്പം ആയാലും നിങ്ങൾക്ക് പുഴയിലെ ആഴമില്ലാത്തൊരു ഭാഗത്ത് നോക്കി കുറച്ച് നേരം കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. കാടിനോടടുത്ത എല്ലാ പുഴകളിലും മഴക്കാലങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളിലൊന്നും ഓടിപ്പോയി അങ്ങനെ ചാടരുത്. കാരണം പുഴയിൽ ചീങ്കണ്ണിയോ മറ്റ് കയങ്ങളോ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. കുറച്ച് നേരം നമ്മളിവിടെ തകർത്തും. വിസ്തരിച്ചുള്ള കുളിയെല്ലാം കഴിഞ്ഞ് മുറിയിലെത്തിയപ്പോഴാണ് നമ്മുടെ റൂമിൻ്റെ ചുമരുമേ ഇങ്ങനെ ഒരു പ്രാണീനെ കാണാൻ പറ്റിയത് കേട്ടോ. ഇത് തട്ടാമ്പ്രാണി എന്നൊക്കെ പറയുന്ന ആ വകുപ്പിൽ പെട്ട മറ്റൊരു ജനുസിലുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു. ഏതാണ്ട് ഒരു പെൻസിലോ പേനയോ പോലെയൊക്കെയുള്ള ഒരു രൂപത്തിലുള്ള ഒന്ന്. ഇത് കൊച്ചു പ്രാണികളെയൊക്കെ പിടിച്ച് ജീവിക്കുന്ന ഒരു വകുപ്പാണ് എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. എന്താണ് ഈ സംഭവം എന്ന് ശരിക്കും അറിയുന്നവർ ഇതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തൊട്ടടുത്ത മരത്തിൽ ഒരു ചാരക്കോഴി വേഴാമ്പലാണ് ഈ കാണുന്നത്. അതിനെ കാണാനും ഇവിടെ പറ്റി. അപ്പോൾ നമ്മൾ റൂമിൽ റെക്കറ്റ് ചെയ്ത് തിരികെ പോകുന്ന വഴിക്ക് ഇന്നലെ ആനകൾ തല കുത്തി മറിഞ്ഞ് വെള്ളം കുടിച്ച ആ പുഴ ഒന്ന് കാണാനും അതിലൊന്ന് ഇറങ്ങണം എന്നും ആഗ്രഹം തോന്നി. നിറയെ ആനപ്പിണ്ടാണ് കേട്ടോ ഈ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നത്. ഇവിടെ നിന്നും കുപ്പിയിൽ വെള്ളമെല്ലാം ശേഖരിച്ചിട്ട് മുകളിലെ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിലേക്കാണെന്ന് തോന്നുന്നു ആളുകൾ പുഴ കടന്ന് അക്കരെ ആനയുണ്ടോ എന്ന് ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് കടന്നു പോകുന്ന ഒരു കാഴ്ച. അത് വളരെ കൗതുകരവും പക്ഷേ അതിലുപരി ഭീതിയുള്ളതായിരുന്നു കേട്ടോ. വന്യതയും ദൈനംദിന മനുഷ്യജീവിതവും എങ്ങനെ ഇഴുകിച്ചേർന്ന് പോകും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു കേട്ടോ ആ 2 മനുഷ്യർ കാട്ടിലോട്ട് കയറിപ്പോകുന്നത് കാണുന്നു. എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.